കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സേമിയ ഉപ്പുമാവാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പേജ് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സേമിയ ഉപ്പുമാവ് തയ്യാറാക്കുവാനായി 2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇനി കാരറ്റ് ചെറുതായി അരിഞ്ഞത് കപ്പ്, ഗ്രീൻ പീസ് 1/4 കപ്പ്, തേങ്ങ ചിരകിയത് 1/4 കപ്പ്, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, ഒരു വറ്റൽമുളക്, മല്ലിയില ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഒരു തണ്ട് കറിവേപ്പില, കാഷ്യൂനട്ട് ഒരു 10 എണ്ണം 2 പീസ് ആക്കിയത്. ഇനി വെജിറ്റബിൾസും സേമിയയും നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ അതിനാവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഗ്രീൻ പീസുമാണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസ് ഞാനിവിടെ ഫ്രോസൺ ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റ് കട്ടിയുള്ള ഗ്രീൻ പീസുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ബോയിൽ ചെയ്ത് ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. ഒരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വെജിറ്റബിൾസ് ഒരുപാട് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒത്തിരി ബോയിൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്ന സമയത്ത് തന്നെ നമ്മൾ സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് സേമിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പാത്രത്തിൻ്റെ അടിയിൽ സേമിയ ഒട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരികയാണ്. ഏകദേശം 2 മിനിറ്റ് ബോയിലായപ്പോൾ സേമിയ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ആ വലിയ ചൂടൊന്ന് മാറുവാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഒരല്പം തണുക്കുന്നത് നന്നായിരിക്കും. ഇനി സേമിയ ഉപ്പുമാവ് തയ്യാറാക്കുവാനായി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കണക്കിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് അതിലേക്കിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് ഇടുകയാണ്. കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ സമയം തന്നെ കാഷ്യൂനട്ടും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ചേർത്ത് വീണ്ടും അത് ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ മാറേണ്ട ആവശ്യമില്ല. ഈ സമയം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയയും വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സേമിയ തണുത്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ചൂടോടുകൂടി ഇത് മിക്സ് ചെയ്യുവാണെങ്കിൽ അത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് ആ ചൂടെല്ലാം മാറി ഒരു മീഡിയം തണുപ്പ് വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഉപ്പുമാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം സേമിയ ബോയിൽ ചെയ്യുന്ന സമയത്തും അല്പം ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സേമിയയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഉപ്പ് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങ എല്ലായിടത്തും മിക്സായി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഉപ്പുമാവ് റെഡിയാണ്. ഈ സമയം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കണക്കിന് പഞ്ചസാര ഇതിലേക്ക് വിതറുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കണക്കിന് ഗീയും, അതായത് നെയ്യ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുന്നു. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് തൂകുന്നു. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഫൈനൽ മിക്സിംഗ് ആണ്. നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം.
പാത്രത്തോടെ ഒരുമിച്ച് ഇതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ മിക്സ് ആകുവാനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പോൾ വളരെ എളുപ്പം തന്നെ, വളരെ ഈസിയായി തന്നെ ഒരു അടിപൊളി സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും സേമിയ ഉപ്പുമാവ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.